ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. ജൂലൈ മാസത്തിൽ മീനക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനക്കൂറുകാർക്ക് പൂരോരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്തരട്ടാതിയും രേവതിയും കൂടി ചേരുന്ന മീനക്കൂറുകാർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി കണ്ടകശനിയായിട്ടും ജന്മശനിയായിട്ടും ഏഴര ശനിയായിട്ടും കൂടെ തന്നെ ഉണ്ട്. രണ്ടാം ഭാവം ശുദ്ധമാണ്. മൂന്നാം ഭാവത്തിൽ അനുകൂല സ്ഥാനം നിൽക്കുന്ന ശുക്രനാണ് സ്വക്ഷേത്രത്തിൽ. നാലാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും അനുകൂല സ്ഥിതിയിലല്ല. അഞ്ചാം ഭാവത്തിൽ ബുധനും അനുകൂല സ്ഥിതിയിലല്ല. ആറിൽ കേതുവും ചൊവ്വയും അനുകൂല സ്ഥിതിയിലാണ്. 12-ൽ വ്യാഴം രാഹു അനുകൂല സ്ഥിതിയിലല്ല എന്ന് പറയുന്നത്. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന 3 ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് കേതു, ചൊവ്വ, ശുക്രൻ. ബാക്കി 6 ഗ്രഹങ്ങളും അനുകൂലമല്ല എന്നാണ് പറയുന്നത്. വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പൊതുവെ ദേഹസംബന്ധമായിട്ട് അരിഷ്ടത ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ശാരീരപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശരീരം ക്ഷീണിച്ച് വരിക, ശാരീരപരമായിട്ടുള്ള എനർജി കുറയുക, ശരീരത്തിൻ്റെ ശക്തി കുറയുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക, മനഃശക്തി കുറയുക, മനവിഭ്രാന്തി വരിക, മനസ്സിന് അലട്ടുന്ന പ്രശ്നങ്ങൾ വരിക, ഒരുപാട് ഭയം ഉള്ളിലേക്ക് കയറി വരിക, അനാവശ്യപരമായിട്ടുള്ള ഭയം ഉള്ളിലേക്ക് കയറി വരിക, പേടിപ്പെടുത്തുന്ന പോലെയുള്ള ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ എന്തെങ്കിലും ആപത്തുകൾ വരുമോ എന്നുള്ളൊരു സംഖ്യ ഉണ്ടാവുക, അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോകുകയാണോ എന്നൊരു സംശയം ഉണ്ടാവുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതൽ 30 വയസ്സ് കഴിഞ്ഞവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കുടുംബസ്ഥാനാധിപനായിട്ടുള്ള ഗ്രഹം കുടുംബത്തിൻ്റെ ഐശ്വര്യാഭിവൃദ്ധിയും കുറവാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകും എന്നുള്ളതന്നെ കാണുന്നത്. അതുപോലെ തന്നെ 4ാം സംബന്ധമായ ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നടത്തുന്നവരൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇടയിൽ വെച്ച് നിർത്തേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. സഹായങ്ങൾ ആർക്കും സഹായം ചെയ്യാൻ ദയവ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ വക്കാലത്ത് ചെയ്യാനോ മറ്റുള്ളവർക്ക് വേണ്ടി വക്കാലത്ത് ചെയ്യാനോ സാക്ഷി നിൽക്കുവാനോ അതുപോലെ തന്നെ എന്തെങ്കിലും സിഗ്നേച്ചർ പ്രത്യേകപരമായിട്ടുള്ളത്, അതായത് എത്രയും വേണ്ടപ്പെട്ടവർക്കാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. ഇല്ലാത്ത പക്ഷം വന്നിട്ട് അനാവശ്യപരമായിട്ട് ആർക്കും ഒന്നിന് ജാമ്യം നിൽക്കരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ 12-ൽ നിൽക്കുന്ന രാഹു ദോഷകാരകനാണ്. ആയില്യം പോയി നടത്തി വരിക. അതുപോലെ തന്നെ ശാസ്താവിന് വേണ്ട എല്ലാവിധ പരിഹാരങ്ങളും എല്ലാ ശനിയാഴ്ചയും ശാസ്താ ക്ഷേത്ര ദർശനം നിർബന്ധമാണ്. എള്ളുതിരിയും നീരാഞ്ജനം നിർബന്ധമാണ് എല്ലാ ആഴ്ചയിലും. ഇത് തുടർന്ന് വരിക. മഹാവിഷ്ണുവെങ്കിൽ അതുപോലെ തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തുളസിമാലയും പാൽപ്പായസം സഹസ്രനാമാർച്ചന നടത്തുക. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം ഒന്ന് ദർശനം നടത്തി വരുന്നത് വളരെ ഉത്തമപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സമയത്ത് വളരെ ദൈവാനുഗ്രഹം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അത് കാരണം കൊണ്ടാണ് പറയുന്നത്. അതുപോലെ എല്ലാറ്റിനും ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകണം എന്നാണ് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഭാര്യ ഭർത്താവ് സംബന്ധമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളിൽ ചിലപ്പോൾ സന്താനങ്ങളും ചിലപ്പോൾ ഉൾപ്പെട്ടെന്ന് വരും. അതൊരു കുടുംബ കലഹമായിട്ട് മാറുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പൂർവിക സ്വത്ത് വല്ല പണയം വയ്ക്കുക അങ്ങനെ, അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുക, അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള മീനക്കൂറിൽ പെട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വഴക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അവരുടെ വാക്കിന് യാതൊരുവിധ പ്രശസ്തി ഉണ്ടാവില്ല. അവരാരും അംഗീകരിക്കില്ല. നാട്ടുകാരും വീട്ടുകാരും ആരും അംഗീകരിക്കില്ല എന്ന അവസ്ഥയുണ്ടാവും. അപമാനിതനാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് മറ്റേ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് മാനനഷ്ട കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവനവനോ അവരവർക്കോ അല്ലെങ്കിൽ അവനവന് വേണ്ടപ്പെട്ടവർക്കൊക്കെ ആപത്ത് വരുവാനുള്ള സാധ്യതകൾ, കർമ്മം ചെയ്യാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഈ രാശിയിൽപ്പെട്ടിരുന്ന, അതായത് മീനക്കൂറിൽപ്പെട്ടിരിക്കുന്ന രാശിയിൽപ്പെട്ടിരിക്കുന്നവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ളവരോ അസുഖമില്ലാതെ കിടക്കാനും കർമ്മം ചെയ്യേണ്ട കാര്യങ്ങളടക്കം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ദേഹം ക്ഷയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും അപമാനത്തിൻ്റെ കേസുകൾ, അപകീർത്തി കേസുകളെല്ലാം വരുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്.
എന്നാണ് പറഞ്ഞു വരുന്നത്. അത് കാരണം വളരെ ഭയഭക്തിയോട് കൂടിയിട്ടും എത്ര ദൈവത്തിനെ തൊഴുതാലും ചിലപ്പോൾ ദൈവം പോയി ഒറ്റ പ്രാവശ്യം പോയി, ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഗുരുവായൂർ പോയി, മമ്മിയൂർ പോയി, തൃപ്രയാർ പോയി, കൊടുങ്ങല്ലൂർ പോയി, അങ്ങനെയുള്ള എല്ലാവരും പോയി വന്ന് ഒരാഴ്ച കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യാഴം മറന്ന് നിൽക്കും. ദൈവാധീനം ഇല്ലാലും പറയും, ഞങ്ങൾ ഇത്രയും ദൈവത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വന്നിട്ട് ഇല്ലാലോ എന്ന് പറയുന്നത്. പക്ഷെ ദൈവാനുഗ്രഹം ഉണ്ടാവും, പോയതിൻ്റെ ഭവിഷ്യത്ത് അതിൻ്റെ പരിഹാരപരമായിട്ടുണ്ടാവും. പക്ഷേ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പം എന്ത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെ പറയുന്നത്. ചെയ്താൽ അതിൻ്റെ ഫലമുണ്ടാവും, പക്ഷേ ദൈവാനുഗ്രഹം വരണമെന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ദൈവാധീനം കുറച്ച് പരിഹാരം കൂടി ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിദോഷമായി തീരും എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ദൈവികപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് ശനി മന്ത്രങ്ങൾ അറിയുകയാണെങ്കിൽ ശനി മന്ത്രങ്ങൾ ഉരുവിടുക. അതുപോലെ തന്നെ ഗ്രഹപൂജ, ശനിഗ്രഹ പൂജ ചെയ്യുന്നത് ഏറ്റവും വലിയ ഉത്തമരമായിട്ട്. ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ അധികം നവഗ്രഹ ക്ഷേത്രങ്ങളില്ലാത്ത കാരണം കൊണ്ട് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ നവഗ്രഹ ക്ഷേത്രം, എല്ലാ ക്ഷേത്രങ്ങളിലും നവഗ്രഹത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നവഗ്രഹ പൂജ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും നല്ല പൂജ ചെയ്യണം. അതുപോലെ തന്നെ ശനിഗ്രഹ പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അല്ലാത്ത പക്ഷം പത്മമിട്ടിട്ട് ശനിഗ്രഹ പൂജ നടത്തി കൊടുക്കാറുള്ള ആൾക്കാരോട് ഞാനെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പത്മമിട്ടിട്ട് ഓരോരുത്തരുടെ പേര് നക്ഷത്രങ്ങളും പറഞ്ഞ് ഗ്രഹപൂജ, എല്ലാ ഗ്രഹപൂജകളും ചെയ്തു കൊടുക്കാറുണ്ട്. അതൊരു തടസ്സമില്ലാതെ അതെല്ലാം പരിഹാരപരമായിട്ട് അതിനുള്ള ഇതെല്ലാം കിട്ടും എന്നുള്ളത് തന്നെ പറയുന്നത്. അപ്പോൾ ഈ രാശിക്കാർ വളരെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയുകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല. ജാതകത്തിൽ വളരെ നല്ല സുഖകരമായിട്ടുള്ള ദശാകാലവും അപകാരകാലവും ആണെങ്കിലും പോലും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും, അതായത് ഉടനീളം ഉണ്ടാവില്ല, പെട്ടെന്നായിരിക്കും, സുപ്രഭാതത്തിലായിരിക്കും പെട്ടെന്നൊരു കഷ്ടകാലം കയറി വരുന്നത്. അങ്ങനെയുള്ളൊരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ച് പറഞ്ഞാൽ ദശാകാലം നല്ലതായ കാരണം ഏഴ് ശനിയല്ല എന്ത് പ്രധാനിക്കും പറഞ്ഞു പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് 1 മാസം റെസ്റ്റ് എടുക്കേണ്ടി വരുന്നത്. പക്ഷെ അവിടെ സാമ്പത്തിക സുരക്ഷ എല്ലാം ഉള്ള കാരണം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഒരു ഭാഗത്തിരുത്തും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവും. അത് കാരണം ജാഗ്രതയോടുകൂടിയിട്ട് നടത്തുക. വരുമ്പോൾ കാണാം എന്നുള്ള ഒരു ചിന്തയോട് നടക്കരുത് എന്നാണ് ചുരുക്കി പറഞ്ഞത്. നമസ്കാരം.